ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ചേർത്തിരിക്കുന്ന അരിപ്പൊടിയല്ല, മൈദാപ്പൊടിയാണ്. 1 കപ്പ് മൈദാപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ, എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ഇനിയും നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഒന്നിച്ചങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോകും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചിട്ട് ഞാൻ അരച്ചരച്ചെടുക്കുന്നുണ്ട് കുറേശ്ശെ കട്ടയില്ലാണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത്. അപ്പോൾ ഒന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ട ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കുഞ്ഞിതാ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണാണ് ഇന്നത്തെ കുക്കിങ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. കുഞ്ഞി കൈ വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുക്ക് ചെയ്യുമ്പോഴെല്ലാം എൻ്റെ കൂടെ അടുക്കളയിൽ ഉണ്ടാവും ആൾ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ കൊടുക്കും. അപ്പോൾ കുഞ്ഞിയുടെ മിക്സ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. നല്ല രീതിയിൽ തന്നെ മിക്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ മിക്സിംഗ് ഒക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു മതിയെന്ന് പറഞ്ഞ കാരണം കുഞ്ഞാവ മിക്സിംഗ് ഒക്കെ നിർത്തി ഇവിടെ നിൽപ്പുണ്ട്. കുറച്ച് എള്ളും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാർ അല്ലടാ, അച്ചപ്പുവാടാ. ബാക്കിയെല്ലാം ഞാനപ്പോൾ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുക്കും, വലിയ ചട്ടിയൊന്നും അല്ല.